ചെറുതായിട്ട് ഒരുത്തിനെ തല്ലിക്കൊന്നേ. ആരെ? എടാ എന്തിനാടാ ഇങ്ങനെ തല്ലിക്കൊല്ല? എന്തിനാടാ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നേ? അവൻ വന്ന് വലിയ താളം. ഞാൻ ബാറ്റ് എടുത്ത് 2 തതിക്കടി. ഗേബ്രി മെസ് ബോയ്, നീ ഒരുമാതിരി എന്റെ അച്ഛനാവല്ലേ നീ? എന്നിട്ട് കൊന്നോ? എന്നിട്ട് പക്ഷെ സേഫ് സോൺ അല്ലേ സിറ്റി? അല്ലല്ല മാക്സിമം താങ്ക് യു ഫോർ ദ റൂക്കി മെമ്പർഷിപ്പ്. എടാ വേണമെങ്കിൽ ഇന്ന് റിഫ്രഷ് ഒക്കെ അടിച്ചോ. ഒരു തന്നെ തല്ലിക്കൊന്നേ ഒരിട്ട്. ഈ ഡബേക്കെ വിട്ടല്ലോടാ. റബേക്കെ വിട്ടല്ലോടാ നമ്മള്. കുരുവി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ബിസി ആയി പോകുന്നതോടെ ഇപ്പം. കുരുവി ഒരു സൈഡിൽ, കുരുവി ഒരു സൈഡിൽ, ജോണി മാമൻ. ഹലോ, റെബേക്ക എവിടെ? എല്ലാത്തിന്റെ നമ്പർ ഉണ്ട്. അന്ന് വിളിക്കുന്നു റെബേക്ക. ഇതിപ്പോ ചോദിക്കാൻ വരുമോ? ചോദിക്കാനായിട്ട്. ഹലോ ബ്രോ. മുതുക്കില് ബാ. ഹലോ. കേക്കാം ബ്രോ, കേക്കാം. പറഞ്ഞോ ബ്രോ. എനിക്കൊന്നും അറിയില്ല സാറേ. ഞാൻ ഈ നാട്ടുകാരനല്ല സാറേ. പൊക്കിക്കൊണ്ട് പോലെന്ന് നിന്റെ ആൾക്കാരെ പോയി ഓരോ സാധനം വെച്ചിട്ട് ഞാനിവിടെ തെണ്ടിത്തിരിഞ്ഞ് ഇറക്കും കേട്ടോ. എന്നെയാണ് പൊക്കിക്കൊണ്ട് പോയ പോലും ആൾക്കാർ അറിയത്തില്ല. ഇവിടെ ഹലോ. ഓ ജൂഡേ, ഹലോ. ഇത് കേടിയില്ലേ? ഓ അണ്ണു. ഹലോ അണ്ണു. ഹലോ. ഇതാണോടാ ഇങ്ങനെ അടിച്ചിടുന്നേ? ബ്രോ എന്താണ് അവൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കേടെ എന്തോ സാധനം പാസ് ചെയ്യാൻ വേണ്ടി വന്നിരുത്തിയാന്നാ പറഞ്ഞത്. പക്ഷെ അതെ ആരാടാ താളം? എന്താടാ ഇത് ഇങ്ങനെ ചുമ്മാ കാണുന്നതിലേക്ക് തല്ലിക്കൊന്നോണ്ടിരിക്കുന്നോ നിങ്ങള്? ഞാൻ ഒന്നും ചെയ്തില്ല. ചുമ്മാ എവിടാ? ഞാൻ ഇങ്ങനെ ചുമ്മാ ഗണ്ണേമേത് കളിക്കുക. എടാ അവിടെ തല്ലിക്കൊന്നിട്ടേക്കുന്നവനെ. നിങ്ങളിങ്ങനെ ഒരു സമാധാനത്തിന്റെ പാതയിലൂടെ ഇങ്ങനെ പോവാന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് എടാ ഇത് നമ്മുടെ ചെറുക്കനല്ലേ ഇവിടെ ചത്ത് കിടക്കുന്നേ? അല്ല സോറി. എന്തോ പറ്റി ബ്രോ? എന്തോ വരുന്ന സംഭവം? ഹലോ ബ്രോ. ഹലോ കേക്കാവോ? ഹലോ. ഹലോ കേക്കാം ബ്രോ, കേക്കാം. ബ്രോ യുകെ ആണോ? ഹലോ. എന്താണ് ബ്രോ, എന്താണ് കുഴപ്പം? ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു മുതുക്കി. ഞാനിങ്ങനെ ചെയ്ത് കളിക്കായിരുന്നു. ഒന്നും ചെയ്യുന്നില്ല. ആരും വെടി പോലും വെച്ചില്ലേ. നിങ്ങളുടെ യുകെയുടെ വണ്ടി വന്ന് റോൾ ചെയ്ത് മാറി. എന്നിട്ട് ഞാൻ കൊണയൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് നടന്നുപോയി. അപ്പൊ ഇവൻ പുറകെ വന്നിട്ട് എന്തിനാ ബ്രോ ഗണ്ണൈ മീനെന്നൊക്കെ പറഞ്ഞു. ഇവര് വേദന എടുത്തു പോയി ഗണ്ണൈ മീനൊക്കെ. ഇല്ല, ഫയർ ചെയ്തില്ല. അവനെ ബാറ്റിനിട്ട് ഫയർ ചെയ്ത് നമ്മ കൈ കൊണ്ട് ഇടിച്ചു. ബ്രോ ഇത്രയേ പ്രശ്നങ്ങളുണ്ടോ? ഇതൊക്കെ ആവശ്യമുണ്ടോ? എന്തിനാ ഇതൊക്കെ എയിം ചെയ്തെന്നൊക്കെ പറഞ്ഞു? ഇത് ചുമ്മാ പിള്ളേരൊന്ന് എയിം ചെയ്ത് കളിച്ചപ്പോ അങ്ങനെ വന്നിട്ട് എന്തിനാ എയിം ചെയ്യുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ചുമ്മാ അമ്മര് ബാറ്റ് ഇട്ടൊന്നും അടിച്ച് പുള്ളിക്കാരൻ മരിച്ചു നമ്മൾ വിചാരിച്ചില്ല. സത്യം അവൻ വെടി വെച്ചില്ല ബ്രോ. മന്ദാരം വെടി വെച്ചില്ല. ആക്ച്വലി വെടി പോലും വെക്കേണ്ടി വന്നില്ല. ഒന്നും ചെയ്തില്ല ബ്രോ. എന്ത് ചെയ്യാൻ പറ്റും?
ഞാൻ ഇതൊരു സിറ്റുവേഷൻ ആയിട്ട് പോലും കണ്ടില്ല. ഞാൻ വെറുതെ അവിടെ നിൽക്കായിരുന്നു. ഈ പുള്ളി വണ്ടി എടുത്ത് നേരെ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്തായാലും നമ്മള് തോക്കെടുത്ത് വെടിവെച്ചോണ്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടി നേരെ വാറാന്നോ? അല്ല ബ്രോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഹലോ ഹലോ സുഹൃത്ത്, നിങ്ങൾ എന്താ ഈ 2 മിനിറ്റ് സുഹൃത്തെ, ഈ 2 മിനിറ്റ് കഴിഞ്ഞ് റിപ്ലൈ തരല്ലേ? ഡിലേ ആണോ? ഹലോ എന്തെങ്കിലും സംസാരിക്കാൻ നിന്റെ ഡിലേ ബ്രോ, ലേറ്റൻസി ഇഷ്യൂസ് ആണോ? എന്താണ്? ആ കേക്കാം. അപ്പൊ ഓക്കെ 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 ബ്രോ, ഇവിടെ ഒന്നും അല്ലേ ബ്രോ? ഹലോ അച്ചു, ആ അത് അല്ല ബ്രോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? PL ഇഷ്യൂ അല്ല, നാണ്ട ഒരുത്തൻ അതല്ല. കല്ലിന്റെ പുറത്ത് കിടക്കുന്നുണ്ടോ? നിങ്ങളുടെ ഗ്യാങ്ങിലുള്ള ഒരുത്തനാണ് കല്ലിന്റെ പുറത്ത് വെയിലും കൊണ്ട് കിടക്കുന്നത്. അവൻ ചൂടുകൊള്ളുവല്ല, മരിച്ചു കിടക്കുവാ. സത്യമായിട്ട് പുള്ളി തോക്കെടുത്തപ്പോ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇടിച്ചു. ബ്രോ ഹലോ സിറ്റുവേഷനായിട്ട് സിറ്റുവേഷനാ. എന്താ ബ്രോ, ഓക്കെ ആണോ? തലവേദന വല്ലതും ഉണ്ടോ? പനിയാണോ? സിറ്റുവേഷനാ. ഒരു ഗുളിക വല്ലതും വേണോ ബ്രോ? ഓക്കെ ആണോ ശരിക്കും? എന്താണ് ബ്രോ അവൻ വന്ന് അവൻ നമ്മ എടുത്ത് പറഞ്ഞപ്പോ അവനെ നമ്മള് ബാറ്റ് ചെറുതായിട്ട് അതിപ്പോ ബ്രോ വലിയ സിറ്റുവേഷൻ ആക്കേണ്ട ആവശ്യമുണ്ടോ? അവന് 2 അടിയും കൊടുത്ത് പറഞ്ഞു വിട്ടാൻ ഇപ്പൊ എന്താ കുഴപ്പം? സിറ്റുവേഷൻ ആവുന്നേ വെറുതെ തോക്കെടുത്ത് ബ്രോ. നമ്മുടെ പയ്യൻ ബ്രോ ഇത്രേ ഉള്ളൂ ബ്രോ. പയ്യൻ വന്ന് നമ്മുടെ പയ്യൻ തോക്കെടുത്തോണ്ട് ഇങ്ങനെ വല്ല കാക്കയോ മുയലിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരം പുള്ളിക്കാരൻ വന്ന് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരൻ ചോദിച്ചു എന്തിനാ കണ്ണ് ഏമി നിൽക്കുന്നതെന്ന്. അപ്പോൾ നമ്മളെ ഒരു ഗ്യാങ്ങിലൊരു മെമ്പറാണ് ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ കണ്ണു വെച്ചിട്ട് വെടി വെച്ച് കൊല്ലാൻ പോലും പറ്റിയില്ല ഇവനെ. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കുറ്റമാണോ? ഇനി ഇതൊരു സിറ്റുവേഷനൊക്കെ ആക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ബ്രോ? ഇതൊക്കെ വലിയ പാടല്ലയോ ഇതൊക്കെ? കോംപ്രമൈസ് ചെയ്യാം. ബ്രോ കോ ലീഡർ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇതാ കോ ലീഡർ അല്ലേ? അല്ല ഈ പുള്ളിക്കാരൻ ഇങ്ങനെ കിടത്തിയേക്കുവാണോ? പുള്ളിക്കാരനെ റിവൈവ് ഒന്നും ചെയ്യണ്ടേ? ഒരു കാര്യം പറഞ്ഞോട്ടെ, ലൈക്ക് ഇപ്പം കോലിഡറോ ലീഡേഴ്സോ ഒന്നും സിറ്റിയിലില്ല. ഒരു 10 മണിക്ക് ശേഷം നമ്മൾ കണക്ട് സംസാരിച്ച മതി കാര്യം. മതി. അല്ല എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് വലിയൊരു സംഭവമൊക്കെ എടുക്കാനുണ്ടോ? അല്ല നമ്മുടെ കൂട്ടത്തിലുള്ള മരിച്ചത് അതുകൊണ്ട് അല്ല പുള്ളിക്കാരനെ നമ്മള് ചുമ്മാ ബാറ്റ് എടുത്ത് അങ്ങോട്ടൊന്ന് വീശിയതേ ഉള്ളൂ. പുള്ളിക്കാരൻ മരിച്ചു എന്നൊന്നും വിചാരിച്ചില്ല. എന്തായാലും വീടില്ലേ ബ്രോ? പുള്ളി എണീറ്റിട്ട് വീണ്ടും കിടന്നു. ബ്രോ അതിപ്പം എന്നാ പിന്നെ ബ്രോ 10 മണിക്ക് ശേഷം കണക്കിട്ട് സംസാരിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇപ്പോഴും കോംപ്രമൈസ് വെച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ഉറുമ്പ് അടിച്ചനൊക്കെ ആരെങ്കിലും പോയി സിറ്റുവേഷൻ എടുക്കുവോ ബ്രോ? ബാറ്റ് കൊണ്ട് തലോടിയാനൊക്കെ എന്താ ഇത്? എന്തായാലും 10 മണിക്ക് ശേഷം പറയാം. ആരെങ്കിലും ലീഡേഴ്സോ കോലീഡേഴ്സോ വരട്ടെ. ഇപ്പൊ നമ്മൾ ഡീൽ ചെയ്ത് അത്രയും ശരിയല്ലതാ. ശരി. പക്ഷെ പുള്ളിക്കാരനൊന്നും ഉപദേശിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇതൊക്കെ സിറ്റുവേഷൻ ആക്കി എടുക്കുക. എന്തൊക്കെ ചെയ്യണം എന്റെ സഹോദര? ഒന്നും കൂടെ കാണിച്ച സഹോദര, ഗാങ്ങിലെ ആളെ വെടിയൊന്നുമില്ല. അതെ ഞാൻ ഇങ്ങനെ 2 പ്രാവശ്യം ആക്കിയുള്ളൂ. 2 പ്രാവശ്യം ആക്കിയുള്ളൂ. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ എന്തോ ലോ എനർജിയിൽ എങ്ങോട്ട് നിൽക്കുവായിരുന്നു. വണ്ടി ഇത് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ബാറ്റ് എടുത്ത് കളിച്ചതിന് ഇപ്പൊ സിറ്റുവേഷൻ ഒക്കെ ആക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നൊരു കാര്യം ചെയ്യും ബ്രോയ്ക്ക് ഇപ്പൊ അതിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലെങ്കിൽ ബ്രോ 10 മണിക്ക് കഴിഞ്ഞ് സംസാരിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അതില് പുള്ളിക്കാരനെ എടുത്തോണ്ട് പോകുന്നില്ലേ നിങ്ങള്? കൊണ്ടോ കുഴപ്പമൊന്നുമില്ല. എടാ അവര് മര്യാദക്കില്ല സംസാരിച്ചു. എന്താണ് ഡെസ്ട്രോ നിനക്കൊക്കെ പ്രശ്നം? എടാ ഒരു 10 മണി കഴിഞ്ഞിട്ട് സംസാരിച്ചോളും. അവരുടെ ലീഡറും കോ ലീഡറും ഒന്നും ഇല്ല അവിടെ. അപ്പഴത്തേക്ക് വന്നടാ അമ്മര്. എടാ എന്തൊക്കെ കോമഡിയാടാ, ബാറ്റ് എടുത്തിട്ട് വീശിയതിന് താഴെ വീണ സിറ്റുവേഷനാ. നമ്മ ഒരു ക്രിക്കറ്റ് മാച്ച് നടത്താം, അപ്പൊ ഇതെല്ലാം ശരിയാവും. എന്റെ തമാശ കൂടുന്നുണ്ട് കേട്ടോ ഡെസ്ട്രോ ഈയിടെയായിട്ട്. ഉങ്ങ പലിത ரொம்ப ரொம்ப நல்லா இருக்கு. താങ്ക് യു.